ഇവർ ബാങ്ക് കൊള്ളയടിക്കാൻ കയറിയെങ്കിലും മുമ്പിലുള്ള സ്വർണമെടുക്കാതെ മാനേജറോട് ഒരു റൂമിന്റെ ലോക്ക് തുറക്കാൻ പറഞ്ഞു. കാരണം ഉള്ളിലെ 20 പെട്ടികളിൽ രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം അപ്രത്യക്ഷമായ രേഖകളില്ലാത്ത യഥാർത്ഥ നാസി സ്വർണമായിരുന്നു. കവർച്ചക്കാരുടെ നേതാവായ സ്ത്രീ അത് തിരിച്ചറിയാതിരിക്കാൻ മെൽറ്റിംഗ് മെഷീൻ ഉപയോഗിച്ച് ഉരുക്കാൻ തുടങ്ങി. ആർക്കും തിരിച്ചറിയാതിരിക്കാൻ എല്ലാവരുടെയും ഫോണുകൾ വാങ്ങി എല്ലാവരെയും ഒരേ വസ്ത്രവും മാസ്കും ധരിപ്പിച്ചു. വെളിയിലെ സ്നൈപ്പർമാർക്ക് ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവർ പോലീസിനെ സമർത്ഥമായി പറ്റിച്ച് സമയം നീട്ടിയെടുക്കുമ്പോൾ ഉള്ളിൽ ചിലർ തുരങ്കമുണ്ടാക്കുകയും മറ്റു ചിലർ സ്വർണം ഒരുക്കുകയും ചെയ്തു. സ്ത്രീ പോലീസിന് ബന്ദികളെ കാണാൻ അവസരം നൽകിയെങ്കിലും ഉള്ളിൽ നിന്ന് കേട്ട വെടിയൊച്ച കേട്ട് സ്റ്റോർ റൂമിലേക്ക് ഓടിയപ്പോൾ സ്വർണത്തിനായി കള്ളന്മാർ തമ്മിൽ തല്ലുന്നത് കണ്ടു. ഉടൻ തന്നെ അടുത്ത പ്ലാൻ ഇറക്കി. അതിനിടെ ഉള്ളിൽ കയറിയ പോലീസുകാരനിൽ നിന്ന് ഹിഡൻ ക്യാമറ കണ്ടെത്തി. പക്ഷേ സ്ത്രീ അയാൾക്ക് സ്വന്തം വസ്ത്രവും മാസ്കും നൽകി. മാസ്ക് ഊറ്റി പ്ലാൻ മുഴുവൻ പറഞ്ഞുകൊടുത്തു. അത് കേട്ട് അയാൾ ഞെട്ടി. അപ്പോൾ വീണ്ടും വെടിയൊച്ച കേട്ടു. ഭ്രാന്ത് പിടിച്ച ഒരു കൂട്ടാളി തുരങ്കമുണ്ടാക്കുകയായിരുന്ന സഹപ്രവർത്തകനെ വെടിവെച്ചു കൊന്നു. ആ സ്ത്രീ ധൈര്യത്തോടെ അയാളെ സമീപിച്ച് അയാൾ പറഞ്ഞതുപോലെ തുരങ്കത്തിനടുത്ത് 15 ബോംബുകൾ വെച്ചു. എന്നാൽ നോക്കാൻ പറഞ്ഞപ്പോൾ അയാളെ തള്ളി ഉള്ളിലിട്ട് ഭാരമേറിയ സേഫ് ഡോർ പൂട്ടി. അയാൾ സ്ത്രീയുടെ സഹോദരനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെങ്കിലും പോലീസുകാരൻ നേരത്തെ തന്നെ സ്പെഷ്യൽ ടീമിനെ അയച്ച് സഹോദരനെ രക്ഷിച്ചിരുന്നു. അടുത്ത നിമിഷം ബോംബ് പൊട്ടി ബേസ്മെന്റിൽ വെള്ളം കയറി. ആ വ്യാപാരിക്ക് രക്ഷപ്പെടാനായില്ല. തുടർന്ന് പോലീസ് എത്തി എല്ലാവരെയും അറസ്റ്റ് ചെയ്തെങ്കിലും ഒരു സ്വർണവും നഷ്ടപ്പെട്ടിരുന്നില്ല. ഒരേ വസ്ത്രവും മാസ്കുമായതിനാൽ തെളിവില്ലാതെ എല്ലാവർക്കും പുറത്തിറങ്ങേണ്ടി വന്നു. കുറച്ചു കഴിഞ്ഞ് ക്ലീനിംഗ് ലേഡിയായി വന്ന് ഉരുക്കിയ സ്വർണം കൊണ്ടുണ്ടാക്കിയ ബ്രോൺസ് റെയിലിംഗുകളും ഹാൻഡിലുകളും മാറ്റി ലോറിയിലാക്കി പോലീസുകാരൻ കാത്തുനിന്ന പോർട്ടിലെത്തിച്ചു. രഹസ്യ പാസ്വേഡ് അടിച്ചപ്പോൾ ട്രക്ക് തുറന്നു. ആ സമയം സഹോദരനെ തട്ടിക്കൊണ്ടുപോയവർ വന്നുവെങ്കിലും പോലീസ് അവരെ വളഞ്ഞിട്ട് പിടിച്ചു.